UDF കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി കായംകുളം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവേൽ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള 43-ാം വാർഡിലെ നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് മതപരമായ ചടങ്ങ് നടത്തി മതവിദ്വേഷം ഉണ്ടാക്കാനും നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാനും ശ്രമിച്ച 43-ാം വാർഡിലെ UDF കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി കായംകുളം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് പോലീസ് നഗരസഭയ്ക്ക് മുന്നിൽ തടഞ്ഞു. തുടർന്ന് നഗരസഭയുടെ മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവേൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദത്തെയും തകർക്കാൻ നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറെങ്കിൽ ആ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന നിലയിലാണ് ചില മുസ്ലിം മത തീവ്രവാദികൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിം മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള SDPI ആണ് ഒരു ന്യൂനപക്ഷ വർഗീയത കേരളത്തിനകത്ത് പ്രചരിപ്പിക്കുന്നതിൽ മുൻകൈ കൊടുക്കുന്നത്. മുസ്ലിം ലീഗിനകത്തെ ഒരുപറ്റം ആളുകൾ SDPIയുടെ ചാരന്മാരാണ് എന്നും SDPIയുടെ പ്രവർത്തകരാണെന്നുമുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതാപരമായി ശരിവെക്കുന്ന നിലയിലാണ്. കേരളത്തിൻ്റെ ആദരണീയായ മന്ത്രി ഫിഷറി സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാനായിരുന്നു ആ യോഗം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ് നവാസ് മുണ്ടകത്തിൽ താൻ കൊണ്ടുവന്ന തൻ്റെ ഒരു സ്ഥാപനമായി പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സ്ഥാപനമായി ഇതിൻ്റെ ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടത്തണമെന്ന് മതപണ്ഡിതന്മാരോട് ആവശ്യപ്പെടുകയും അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ മതപരമായ ചടങ്ങ് നടത്തി കായംകുളത്തിൻ്റെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CA അഖിൽകുമാർ, സന്ദീപ് ചന്ദ്രൻ, ഷിബുദാസ്, S സനൂജ്, S അഖിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.